ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന അരിയുണ്ടയുടെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഈ അരിയുണ്ട തയ്യാറാക്കുന്നതിലേക്കായിട്ട് ആദ്യം നമ്മളൊരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് 4 കപ്പ് വറുക്കാത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. വറുത്ത അരിപ്പൊടി നമുക്കിവിടെ ആവശ്യമേ ഇല്ല. നിർബന്ധമായും വറുക്കാത്ത അരിപ്പൊടി തന്നെയാവണം അരിയുണ്ട തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. ഇനി ഇതോടൊപ്പം തന്നെ നമുക്കൊരു വലിയ സൈസ് തേങ്ങയുടെ പകുതി ഭാഗം ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഒടുവിലായിട്ട് ഒരു 3-4 നുള്ളു ഉപ്പ് കൂടി ഇട്ട് നമുക്കിവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ആദ്യാവസാനം വരെ തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്കകം നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയും അതുപോലെ തേങ്ങയും എല്ലാം അത്യാവശ്യം മൂത്ത് ചുവന്ന് ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഉരുളിയിലെ ചൂടേറ്റ് അരിപ്പൊടിയും മറ്റും കുറച്ചുകൂടി ഒന്ന് മൂത്ത് പോകും. ഇങ്ങനെ വറുത്തെടുത്ത അരിപ്പൊടിയും മറ്റും ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ അരിപ്പൊടി അളന്നെടുക്കാൻ ഉപയോഗിച്ച അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ ശർക്കര ഇട്ട് കൊടുക്കുക. ഇനി ഇതേ കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി നമുക്ക് ഈ ശർക്കരയെല്ലാം തന്നെ വെള്ളത്തിലേക്ക് നല്ലതുപോലെ അലിയിച്ചു ചേർക്കാം. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കകം നമ്മളിവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ശർക്കര എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് ശർക്കരപ്പാനി നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതേ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ശർക്കരപ്പാനി അരിച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി അല്ലെങ്കിൽ വറുത്ത് മാറ്റി വെച്ച അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയിലെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ നമുക്കിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ശർക്കരപ്പാനിയിലെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ നമുക്കിവയെല്ലാം ഉരുളകളാക്കി എടുക്കാനും കഴിയണം. ചൂട് മാറിക്കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ പ്രയാസമായിരിക്കുമെന്നല്ല, ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്കിവയെല്ലാം ഉരുട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഉരുട്ടിയെടുക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപ് കൈ നനച്ച് ചെറുതായിട്ടൊന്ന് തുടച്ച് ആ ഒരു ഈർപ്പത്തോടു കൂടി വേണം നമുക്കിവ കുറേശ്ശെ കയ്യിലെടുത്ത് ഉരുട്ടി തുടങ്ങാൻ, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതിലേക്ക് നിങ്ങൾക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നമുക്കധികം താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചേർക്കാതെ തന്നെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ മുത്തശ്ശിയൊക്കെ ചെയ്തിരുന്ന നല്ലൊരു അരിയുണ്ടയുടെ റെസിപ്പിയാണ്. കുറഞ്ഞതൊരു 15 ദിവസത്തോളം യാതൊരു കേടും കൂടാതെ നമുക്കിത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.